മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 50-ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം: വിലസദുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസോ ലളിതമുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാഃ. വത്സാകൃതിയായിട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള അസുരൻ്റെ വധത്തിനെ കുറിച്ചാണ് ഇനി പറയാൻ പോണത്. ആദ്യം വൃന്ദാവനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറച്ചൊരു ഭാഗം പറയുകയാണ്. അതായത് വിലസദുലഭേ, വിലസദുലഭേ, വിലസദ് വെച്ചാൽ ശോഭയോടു കൂടിയതായിട്ടുള്ള ഉലഭം, പുല്ല് ധാരാളമുള്ളതായിട്ടുള്ള, പുൽത്തകിടുകൾ ധാരാളമുള്ളതായിട്ടുള്ള പുല്ല്. ഉലഭം വെച്ചാൽ പുല്ല്. വിലസദുലഭേ, നല്ല ഭംഗിയുള്ളതായിട്ടുള്ള പുല്ല്. ഭംഗിയുള്ളതായിട്ടുള്ള പുല്ലിൻ്റെ ഭംഗി ഇളം പുല്ല്. ഇളം പച്ച നിറത്തിലുള്ള പുല്ലാവുമ്പോൾ അതിന് കൂടുതലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ വിലസദുലഭേ, ധാരാളമായിട്ടുള്ള പുല്ല്, ഇളം പുല്ല് ധാരാളമായി വളരുന്നതായിട്ടുള്ള ആ കാന്താരാന്തേ, കാന്താരത്തിൻ്റെ ഉൾഭാഗത്ത്. വിലസദുലഭേ കാന്താരാന്തേ, കാന്താരത്തിൻ്റെ, കാന്താരം എന്ന് വെച്ചാൽ കാട്, കാടിൻ്റെ അന്തർഭാഗത്ത്. സമീരണശീതളേ, കാടിൻ്റെ ഭാഗത്ത് ഉള്ളിലായിട്ട് നല്ല കാറ്റുമുണ്ട്. സമീരണ ശീതളേ, സമീരണൻ കാറ്റ്, കാറ്റുകൊണ്ട് തണുപ്പ് ധാരാളം ഉള്ളതായിട്ടുള്ള സമീരണ ശീതളേ, സമീരണനെ കൊണ്ട് കാറ്റുള്ളത് കൊണ്ട് ശീതളമായിരിക്കുന്ന തണുപ്പുള്ളതായിട്ടുള്ള, അല്ലാണ്ട് വെയിലൊന്നുമില്ല. നട്ടുച്ചയ്ക്കാണെങ്കിലും അവിടെ വെയിലൊന്നുമില്ല. കാറ്റ്, നല്ല കാറ്റുണ്ട്, തണലുമുണ്ട്, ധാരാളം വൃക്ഷങ്ങളുണ്ട്, പുൽത്തകിടുകളും ധാരാളമുണ്ട്. അങ്ങനെ സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വൃന്ദാവനത്തിൽ എന്നാണ് പറയുന്നത്. വിലസദുലഭേ, ധാരാളം പുല്ലുകൾ വളർന്നിട്ടുള്ളതും. കാന്താരാന്തേ, കാന്താരത്തിൻ്റെ ഉള്ളിൽ വൃക്ഷങ്ങളുടെ കാറ്റുണ്ട്. സമീരണ ശീതളേ, സമീരണനെ കൊണ്ട്, കാറ്റുകൊണ്ട് ശീതളമായിട്ടുള്ള ആ വിപുല യമുനാതീരേ, യമുനാതീരത്ത് അങ്ങനെയുള്ളതായിട്ടുള്ള കാറ്റിൻ്റെ ഉള്ളിലും പിന്നെ വിപുലമായിട്ടുള്ള യമുനാതീരത്തിലും. അതായത് ധാരാളം യമുനാതീരത്ത് നല്ല ഇതുണ്ട്, മണൽത്തിട്ടകൾ ധാരാളമുണ്ട്, മണലിൻ്റെ തിട്ടകളുണ്ട്. അപ്പോൾ അവിടെ കളിക്കാനായിട്ട് സൗകര്യമാണ്. അങ്ങനെ യമുനാതീരേ, വിപുല യമുനാതീരേ, ധാരാളം യമുനാതീരം ധാരാളമുണ്ട്. അങ്ങനെ യമുനയുടെ വളഞ്ഞു പൊളഞ്ഞും കൊണ്ടാണ് യമുന പോണത് അവിടെയെന്ന് പറഞ്ഞല്ലോ. യമുന എന്ന് വെച്ചാൽ കാളിന്തി തന്നെ. അങ്ങനെ ആ കാളിന്തി വളഞ്ഞു പൊളഞ്ഞും കൊണ്ടാണ് അവിടെ പോണത് എന്ന് പറയണ്ടായി നേരത്തെ തന്നെ. അപ്പോൾ അതിൻ്റെ തീരപ്രദേശവും ധാരാളം ഉണ്ടാവും. വളഞ്ഞു പോകുമ്പോൾ അതിൻ്റെ തീരത്തൊക്കെ ധാരാളം ഉണ്ടല്ലോ, തീരപ്രദേശവും ധാരാളമുണ്ട്. വിപുല യമുനാതീരേ. ഇനി ഗോവർദ്ധനാചല മൂർധസു, ഗോവർദ്ധന പർവ്വതം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മൂർധാവിൽ, അതിൻ്റെ തലപ്പത്ത്, അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ അങ്ങനെ എല്ലാ ദിക്കിലും കാന്താരാന്തരത്തിൽ, കാന്താരത്തിൻ്റെ ഉള്ളിൽ, കാടിൻ്റെ ഉള്ളിൽ, യമുനാതീരത്തിൽ, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ, ഇങ്ങനെ സർവ്വദിക്കിലും വിപുല യമുനാതീരേ ഗോവർദ്ധനാചല മൂർധസു, ഗോവർദ്ധനാചലത്തിൻ്റെ മുകളിലും, അചലം ച പർവ്വതം. ഈ ലളിത മുരളീനാഥ, ലളിതമായ മുരളീനാഥത്തോടു കൂടി, മനോഹരമായിട്ടുള്ള മുരളീനാഥം, ആ ഓടക്കുഴലിൻ്റെ ശബ്ദത്തോടു കൂടി, ഓടക്കുഴലും വിളിച്ചുകൊണ്ട്, മധുരമായിട്ട്, ശ്രവണമധുരമായിട്ട് ഓടക്കുഴലും വിളിച്ചുകൊണ്ട്, ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം, വാത്സകം സഞ്ചാരയൻ. വാത്സകം എന്ന് വെച്ചാൽ വത്സങ്ങളുടെ സമൂഹം. വത്സങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കുട്ടികൾ. പശുക്കുട്ടികളുടെ സമൂഹത്തെ, കൂട്ടത്തെ, പശുക്കുട്ടികളുടെ സമൂഹത്തെ, കൂട്ടത്തെ സഞ്ചാരയൻ, മേയിച്ചുകൊണ്ട്, ചലിപ്പിച്ചുകൊണ്ട്, സഞ്ചരിപ്പിച്ചുകൊണ്ട്, മേയിച്ചുകൊണ്ട്, പശുക്കുട്ടികളെയും മേയിച്ചുകൊണ്ട് ഈ യമുനാതീരത്തിലും കാന്താരാന്തരത്തിലും, കാന്താരത്തിൻ്റെ ഉള്ളിലും, അതുപോലെ പർവ്വതത്തിൻ്റെ മുകളിലും ഒക്കെ ഈ വേണുനാദത്തോടു കൂടി പശുക്കുട്ടികളെയും മേയിച്ചുകൊണ്ട് സഞ്ചാരയൻ ഖലു വാത്സകം, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇടയിൽ, അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ ഇടയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ
ക്വചന ദിവസേ, ഒരു ദിവസത്തിൽ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാഹ, വത്സാകൃതിയും ദൈത്യം ത്വമുദൈക്ഷതാഹ, വത്സാകൃതിയിലുള്ളതായിട്ടുള്ള പശുക്കുട്ടിയുടെ രൂപത്തോടു കൂടിയതായിട്ടുള്ള ഒരു ദൈത്യനെ, അസുരനെ ത്വം ഉദൈക്ഷതാഹ, അങ്ങ് കണ്ടു. അങ്ങനെ ഒരു പശുക്കുട്ടിയെ കണ്ടു. അസുരനെ, പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നതായിട്ടുള്ള ഒരു അസുരനെ ഈ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങ് ദർശിക്കാനിടയായി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം. രഭസവിചലൽപുച്ഛം വിച്ഛായ തോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമഥ ചരണേ വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹജന മഹാവൃക്ഷേ ചിക്ഷേപിത ക്ഷതജീവിതം. ഇനി ആ പശുക്കുട്ടിയെ കണ്ടപ്പോൾ അസുരനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. എന്നിട്ട് അതിനെ കൊന്നു എന്നാണ്. രഭസ വിചലൽപുച്ഛം, അതിൻ്റെ എങ്ങനെയാണ് മനസ്സിലായത്, ആ ലക്ഷണങ്ങളൊക്കെ പറയുകയാണ്. രഭസ വിചലൽപുച്ഛം, രഭസമായിട്ട് വളരെ വേഗത്തിൽ, വിചലത്പുച്ഛം, വിചലത്തായിരിക്കുന്ന ഇളക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പുച്ഛത്തോടു കൂടി, വാലിങ്ങനെ നല്ല വേഗത്തിലാട്ടുണ്ട്. ഈ പരിഭ്രമം ഉണ്ടാവുമ്പോഴാണല്ലോ ഓരോരോ അവയവങ്ങൾക്കൊക്കെ ചലനം കൂടുതലുണ്ടാവും. അപ്പം ഇങ്ങനെ പശുക്കുട്ടികളാവുമ്പോൾ അത് വാലാട്ടലാണ് അതിൻ്റെ ഒരു പരിഭ്രമം ഉണ്ടാവുമ്പോഴതായിട്ട്. പരിഭ്രമം കൃഷ്ണന് മനസ്സിലായാലോ, തനിക്ക് കൊല്ലാൻ സാധിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളത് വിചാരമുണ്ട്. അപ്പം അങ്ങനെ രഭസ വിചലൽ പുച്ഛം, രഭസമായിട്ട് വളരെ വേഗത്തിൽ വാല് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിച്ഛായത, അങ്ങനെ വാല ഇളക്കിക്കൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത്. മറ്റു പശുക്കുട്ടികളുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അത് വാലൊക്കെ നല്ലോണം വേഗത്തിൽ ആട്ടിക്കൊണ്ടാണ്. വിച്ഛം എന്ന് പറഞ്ഞാൽ ഗമിക്കുക, പോവുക എന്നുള്ള അർത്ഥമാണ്. നടക്കുകയെന്നോ പോവുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ വിച്ഛായൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നവൻ, പോകുന്നവൻ എന്നർത്ഥം. അതിൻ്റെ ഷഷ്ഠിയാണ് വിച്ഛായത. ഗമിക്കുന്നതായ ഇവൻ്റെ, അസ്യ ഇവൻ്റെ ഉദീക്ഷിതം നോട്ടം, ആ വളരെ വേഗത്തിൽ വാലാട്ടിക്കൊണ്ട് ആണ് പോണത്. അപ്പോൾ നോക്കണമുണ്ട്. എങ്ങനെയാണ് ആ നോട്ടം? കിമപി വലിത സ്കന്ധം, കഴുത്തൊന്ന് ഇടയ്ക്ക് തിരിച്ചിട്ട്, ഭഗവാൻ പുറകിലാണല്ലോ പശുക്കളെ എല്ലാം കുട്ടികളെ മേച്ചും കൊണ്ട് നടക്കുമ്പോൾ മേച്ച് നടക്കണ ആൾ പശുക്കളെ മേയ്ക്കുമ്പോഴായാലും ഒക്കെ പിന്നിലാണ് പോവുക. ഇടയിൽ നിന്ന് പശുക്കളോ കുട്ടികളോ ഒന്നും വിട്ടു പോകരുതല്ലോ. അപ്പോൾ വിട്ടുപോയാൽ കാണണം. അതിനുവേണ്ടി എല്ലാറ്റിൻ്റെയും പുറകിലാണ് നടക്കുക. അപ്പോൾ ഭഗവാൻ പുറകിൽ നടക്കുമ്പോൾ പുറകിലേക്ക് ഇങ്ങനെ കഴുത്ത് ചരിച്ച് നോക്കുന്നുണ്ട്. വിച്ഛായത, അപ്രകാരം പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ഉദീക്ഷിതം, കിമപി വലിത സ്കന്ധം, കുറച്ചൊന്ന് വലിതമായ ചരിച്ചതായിട്ടുള്ള, പിന്നിലേക്ക് വളച്ചു പിടിക്കുന്നതായിട്ടുള്ള സ്കന്ധത്തോടു കൂടി, തോളോടുകൂടി, അതായത് കഴുത്ത് ആവുമ്പോൾ, കഴുത്ത് ചരിക്കുമ്പോൾ തോളാണല്ലോ ചെരിയുക. അപ്പം അങ്ങനെ കിമപി വലിത സ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം. ഇനി ആ ഉദീക്ഷിതം നോട്ടത്തിനൊരു വിശേഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ രന്ധ്രപ്രതീക്ഷിതം, തക്കം നോക്കിക്കൊണ്ടാണ്. എവിടെയാണോ ഒരു ഒഴിവ്, ഭഗവാനെ കൊല്ലാനുള്ളതായിട്ടൊരു അവസരം കിട്ടണ്ടേ, അത് നോക്കിക്കൊണ്ടാണ്. ആ നോട്ടം കണ്ടാൽ അറിയാം ഇത് തഞ്ചം നോക്കുകയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ രന്ധ്രപ്രതീക്ഷം ഉദീക്ഷിതം, രന്ധ്രത്തെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള, രന്ധ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വതേ തൊള എന്നാണ് അർത്ഥം. ഈ തൊള എന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് തൊള. എന്താണ് ഈ അതിനുള്ളതായിട്ടുള്ളൊരു അവസരം, ഒഴിവ്, ആ ഭഗവാനെ കൊല്ലാനുള്ളതായിട്ടുള്ള ഒരു ഒഴിഞ്ഞ ഒരവസരം കിട്ടണ്ടേ, അതും നോക്കിക്കൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ളൊരു നോട്ടത്തോട് കൂടിയിട്ടാണ് ഈ പശുക്കുട്ടി സഞ്ചരിക്കുന്നത്. ഈ വത്സരൂപിയായിട്ടുള്ള അസുരൻ്റെ സഞ്ചാരം. അപ്പോൾ അത് കണ്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി. എന്നിട്ട് തമഥ ചരണേ ബിഭ്രത്, അവനെ ചരണത്തിൽ പിടിച്ചു, കാലുമ്പിൽ പിടിക്കാനാണല്ലോ എളുപ്പം പശുക്കുട്ടിയെ. അപ്പോൾ ആ രണ്ട് കാലുമ്പിലും പിടിച്ചിട്ട് ചരണേ ബിഭ്രത്, ആ കാലുമ്പിൽ അതിനെ പിടിച്ചിട്ട് വിഭ്രാമയൻ, അതിനെ അങ്ങോട്ട് ചുഴറ്റി തലയ്ക്ക് മുകളിൽ, ഉച്ചകൈഹി, ഉയരത്തിൽ, വിഭ്രാമയൻ, ചുഴറ്റിക്കൊണ്ട്, അതായത് തലയ്ക്ക് മുകളിൽ അതിനെ അങ്ങോട്ട് വട്ടത്തിൽ ചുഴറ്റി എന്ന് പറയാണ്. വിഭ്രാമയൻ മുഹു, ഒരു പ്രാവശ്യമൊന്നുമല്ല, മുഹുഹു വിഭ്രാമയൻ, വീണ്ടും തലയ്ക്ക് മുകളിൽ കറക്കിക്കൊണ്ട്, ആ കറക്കടലിൻ്റെ വേദം കൊണ്ട് അതിൻ്റെ ജീവൻ പോയി. ക്ഷതജീവിതം, എന്നിട്ട് ക്ഷതജീവിതമായിട്ടുള്ള ജീവിതം നശിച്ച ജീവൻ പോയതായ ആ പശുക്കുട്ടിയെ മഹാവൃക്ഷേ നിക്ഷേപിത, ഒരു വലിയ വൃക്ഷത്തിലേക്ക് എറിഞ്ഞു. ഒരു വൃക്ഷത്തുമ്പിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു ഈ പശുക്കുട്ടി. നല്ല ഉറക്കെ 4 പുറവും ചുഴറ്റിയിട്ട്
കൈ ഒന്ന് തലയ്ക്ക് മീതെ അതിനെ ചുഴച്ചിയിട്ട് ഒരു വൃക്ഷത്തിലേക്ക് ചത്തു എന്ന് കണ്ടപ്പോൾ അതിനെ ഒരു വൃക്ഷത്തിലേക്ക് എറിഞ്ഞു എന്നാണ്. ശിക്ഷേവിധ ഗുഹതന മഹാവൃക്ഷേ, ഒരു മഹാവൃക്ഷത്തിൽ, ഒരു വലിയ മരത്തിലേക്ക് അതിനെ എറിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് അതിനെ കൊന്നത്. ഇനി അതിൻ്റെ പിന്നെ ബാക്കിയുള്ളത് പിന്നെ പറയണു. ഒന്നുകൂടി ചൊല്ലാം. വിലസദുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാചലമൂർധസോ ലളിതമുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തൃണബഹുലമാം കാട്ടിൽ കാറ്റിന്നിളം കുളിരേകിടും വലിയ യമുനാതീരേ ഗോവർദ്ധനം മലമേലയും മുരളി ലളിതം പാടിയിട്ടാടി ഭവാൻ പശുപാലനായി ഒരു ദിനമഹോ കണ്ടു ഘോരാസുരം പശുരൂപിയായി. രഭസവിചലൽപുച്ഛം വിച്ഛായ തോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമഥ ചരണേ വിഭ്രാമയൻ മുഹുരുച്ചകൈ കുഹജന മഹാവൃക്ഷേ ചിക്ഷേപിത ക്ഷതജീവിതം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇടതുവലതാ വാലാട്ടിയും കഴുത്തതു വെട്ടിയിട്ടൊരു പഴുതിനായി കള്ളക്കണ്ണാലിടക്കിടെ നോക്കിടും അവനെയുടനെ പൊക്കിക്കാലാൽ ചുഴറ്റിയതു ദ്രുതം വലിയൊരു മരത്തിന്മേലാഞ്ഞിട്ടു നീ ജഡമൂക്കൊടേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.